Hello everyone. So here is your third video on roots and shadows, and we were discussing the summary, or we were discussing the story of this novel. And in the last video we discussed about Indu, her marriage with Jayant, her marital disharmony, and Indu's extramarital affair with Naren. Okay, so let us continue. So we were discussing about the relationship that Indu had with Nareen. So it is being said that when Indu is with Nareen, she was able to express her true self, her true feelings and thoughts, and be more original. Okay, and Nareen fulfilled everything that Jayant as a husband fails to do. And Naren doesn't like the kind of writing that Indu actually does in her career as a journalist, and he always suggests Indu to leave this job and focus on what please her. That is, Indu wishes to be an എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റർ എന്നല്ല, റൈറ്റിങ്ങിലോട്ടാണ് അവൾക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരുന്നത്. ആൻഡ് ഷീസ് നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ഷീ ഡസ് ആസ് എ ജേർണലിസ്റ്റ് എന്ന് വെച്ചാൽ കുറേ പേരെ ഇൻ്റർവ്യൂ ചെയ്യുകയും മാഗസിൻസിലെ ഫില്ലേഴ്സിലൊക്കെ എഴുതുക, അങ്ങനെ അവൾക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ആസ് എ ജേർണലിസ്റ്റ് ഇന്ദു യൂസ് ടു ഡു. സോ നരീൻ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഷീ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് job as a journalist, and he suggests her to write things that write about your own experiences, write about womanhood, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നിനക്ക് എഴുതിക്കൂടെ എന്ന് ആര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നരീൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് നരീൻ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇന്ദു ബെറ്റർ ദാൻ ജയന്ത്. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു നരീനും ഇന്ദുവും തമ്മിലുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് എൻഡ്സ് അപ്പ് വിത്ത് നരീൻസ് സൂയിസൈഡ്. ദെൻ നമ്മൾ ഈ നോവലിനെ കുറിച്ച് പിന്നീട് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ദേശ്പാണ്ഡെ ഹാസ് യൂണിവേഴ്സലൈസ്ഡ് വുമൻസ് സബ്ജുഗേഷൻ. സോ സ്ത്രീകളുടെ സബ്ജുഗേഷനാണ് ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഇത് എല്ലായിടത്തും ഉള്ളതാണ് ഈ കാര്യം എന്ന് ഇതാക്കാൻ വേണ്ടി, കുറച്ചുകൂടി യൂണിവേഴ്സൽ പ്രോബ്ലമാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടി ദേശ്പാണ്ഡെ ഇന്ദുവിനെ മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ വേറൊരു ക്യാരക്ടറാണ് മിനി. ദാറ്റ് ഈസ് മിനി ഈസ് Indu's cousin, and Minnie is a victim of tradition. Okay, it is not Indu who is the victim of marriage, but also her cousin Minnie. And Minnie, her cousin, finds it difficult to get a groom for herself. സ്വന്തമായിട്ടൊരു ഭർത്താവിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് മിനി. ഇറ്റ് ഈസ് നോട്ട് മിനി ഹു ഡിസൈഡ്സ് ഹു ടേക്ക് ഡിസിഷൻസ് അബൌട്ട് ഹർ പാർട്ട്ണർ, ബട്ട് എന്താണ്, അവളുടെ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സാണ് അവളുടെ പാർട്ട്ണർ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്. Indu comes to know that women have no choice, and rather they are victims of uh, victims of society. Okay, and they can't marry according to their will. അപ്പം മിനിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഷീ ഹാസ് നോ ചോയ്സ് ഇൻ ഹർ മാരേജ്. ഷീ കാൺ മാരി അക്കോർഡിംഗ് ടു ഹർ വിൽ. മറ്റ് മെമ്പേഴ്സ്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലുള്ള മറ്റ് മെമ്പേഴ്സാണ് അവളുടെ പാർട്ട്ണർ ആരാണെന്ന് തീരുമാനിക്കുന്നത്. സോ അവിടെ ഒരു ലാക്ക് ഓഫ് ചോയ്സ്, അല്ലെങ്കിൽ ട്രഡീഷൻസ് ഒരു പെൺകുട്ടിയെ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്, ആ ഒരു സബ്ജുഗേഷനൊക്കെ കുറിച്ചിട്ട് മിനിയുടെ എക്സ്പീരിയൻസിലൂടെയും ശശി ദേശ്പാണ്ഡെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ വി ആർ കമ്മിങ് ബാക്ക് ടു ഇന്ദു ആൻഡ് ജയന്ത്. സോ ഇന്ദുവും ജയന്തും തമ്മിൽ ഉള്ള ആ ഒരു മാരിറ്റൽ ഡിസ്ഹാർമണി അതിൻ്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഇന്ദു ഗെറ്റ്സ് എ ലെറ്റർ ഫ്രം ഹർ ആൻസെസ്ട്രൽ ഹോം ടെല്ലിങ് ദാറ്റ് ഷീ ഷുഡ് റിട്ടേൺ ടു ദാറ്റ് പ്ലേസ്. ഓക്കെ, അപ്പം അപ്പോഴാണ് അവൾക്ക് കത്ത് കിട്ടുന്നത് അക്കയുടെ അടുത്ത് നിന്ന്, ദാറ്റ് അക്ക ഇസ് ഓൺ ഡെത്ത് ബെഡ് ആൻഡ് ഷീ വിഷസ് ടു സീ ഇന്ദു. അപ്പം ഇന്ദു വാസ് ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് വെദർ ഷീ ഷുഡ് ഗോ ദെയർ. കാരണം അന്ന് 18 വയസ്സാവുമ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഷീ ടോൾഡ് ദാറ്റ് ഷീ വിൽ നെവർ എവർ റിട്ടേൺ ടു ദിസ് പ്ലേസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പം പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട്
later on she decides to leave because ഒന്ന് ഷീ ഫീൽസ് ലൈക്ക് ഈ അക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ചിലപ്പോൾ അക്ക വോണ്ട്സ് ടു സെറ്റിൽ ഓൾ ദീസ് പ്രോബ്ലംസ്, അതിനായിരിക്കാം ചിലപ്പോൾ വിളിക്കുന്നത്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഈ ജയന്തും ഇന്ദും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ അസ്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ മാരീഡ് ലൈഫ് എന്നൊന്നും മനസ്സിലാക്കാൻ ഇന്ദുവിന് പറ്റുന്നില്ല. ആകെ ഒരു പെർപ്ലെക്സ്ഡ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ ഇന്ദു ഉണ്ടായിരുന്നത്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദീസ് കമോഷൻസ്, ഓൾ ദീസ് കൺഫ്യൂഷൻ, ഷീ ഫീൽസ് ലൈക്ക് ഷീ ഷുഡ് സെറ്റ് ഔട്ട് ഓൺ ഹെർ ഓൺ ജേർണി. ഒരു അവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു തീരുമാനം ഇന്ദുവിനൊപ്പം തോന്നുകയാണ്. ആൻഡ് ആ ഒരു മൊമെൻ്റ് വെച്ചിട്ട്, ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട്, അവൾ ആൻസിസ്ട്രൽ ഹോമിലോട്ട് പോകുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അവളുടെ സെൽഫ് റിയലൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീ കീപ്സ് തിങ്കിങ് ഹൂ ആം ഐ, എന്താണ് ഞാനിവിടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ അസ്, ആ കാര്യങ്ങളൊക്കെ അവൾ അവിടെ ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. സോ ആ ഒരു ജേർണി ടു ദ ആൻസിസ്ട്രൽ ഹോം വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹർ ലൈഫ്. So back at home, that is back at her ancestral home, Indu was surprised to see Akka, and Akkaki നമ്മുടെ ഇന്ദുവിനോട് ദേഷ്യമൊന്നുമില്ല. ആൻഡ് ഷീ വാസ് ഇൻ ഹെർ ഡെത്ത് ബെഡ്, ഹെർ ഐസ് വർ ഓൾ ഗ്ലീമിങ്, ആൻഡ് ജയന്തിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇന്ദു സേസ് ദാറ്റ് ജയന്ത് ഇസ് ബിസി വിത്ത് ജോബ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൂൺ അക്ക ഡൈസ് ആൻഡ് അക്ക ലീവ്സ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓൾ ഹെർ മണി ടു ഇന്ദു. അപ്പം ഇന്ദുവിനാണ് അക്കയുടെ എല്ലാ സ്വത്തുക്കളും ഇന്ദുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അക്ക മരിക്കുന്നത്. ആൻഡ് ഇന്ദു വാസ് റിയലി കൺഫ്യൂസ്ഡ്. എന്ത് വിചാരിച്ചിട്ടാണ് അക്ക ഇത്രയും പണത്തിൻ്റെ ഒക്കെ ഒരു ഹെയറസായിട്ട്, അതിൻ്റെ അനന്തരാവകാശിയായിട്ട് എൻ്റെ പേര് എഴുതി വെച്ചതെന്ന് ഇന്ദു വാസ് നോട്ട് ഏബിൾ ടു സോർട്ട് ഔട്ട്. ഓക്കെ, ആൻഡ് ഇത്രയും പണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബേർഡൻ, ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇന്ദു വാസ് ഓൾ കൺഫ്യൂസ്ഡ്. So staying at the ancestral home after this Akka's death, അക്കയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഇന്ദു ആ ഒരു വീട്ടിൽ, അവളുടെ ചൈൽഡ്ഹുഡ് ഹോമായിട്ടുള്ള ആൻസിസ്ട്രൽ ഹോമിൽ അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് അവിടെ വെച്ചിട്ട് ഷീ കീപ്സ് റിക്കലക്റ്റിംഗ് ഹർ പാസ്റ്റിനെ കുറിച്ചിട്ട് അവൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വൈൽ മ്യൂസിങ് ഓൺ ഹർ പാസ്റ്റ്, she was able to understand or realize who she is. അവളുടെ ഫേറ്റിനെ കുറിച്ചിട്ടും അവൾ ലൈഫിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് റീകലക്ട് ചെയ്യുന്നതോടെ അവിടെ ഒരു സെൽഫ് റിയലൈസേഷൻ ഇന്ദുവിന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. She thinks about her childhood days, that she was a daughter of Govind who married ഇന്ദുസ് മദർ ഔട്ട് ഓഫ് കാസ്റ്റ്. ഓക്കെ, അപ്പം ഇന്ദുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മാരേജ് എന്ന് വെച്ചാൽ ഗോവിന്ദ് എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇന്ദുവിൻ്റെ അച്ഛൻ. ആൻഡ് ഹി മാരീഡ് ഇന്ദുസ് മദർ ഔട്ട് ഓഫ് കാസ്റ്റ്, വേറൊരു കാസ്റ്റിലുള്ള ആളെയാണ് കല്യാണം കഴിച്ചത്. ആൻഡ് അക്ക ഡിഡ് നോട്ട് അക്നോളജ് ദിസ് അലയൻസ്, ഈ ഒരു കല്യാണത്തിന് അക്ക വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബട്ട് സ്റ്റിൽ ഹി ഗോട്ട് മാരീഡ് ടു ദാറ്റ് ലേഡി. And Indu's mother dies when Indu was 15 days old. ഓക്കെ, അപ്പം ഇന്ദു ജനിച്ച് കുറച്ച് ദിവസങ്ങളിൽ 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദുയുടെ അമ്മ മരിക്കുന്നുണ്ട്. ആൻഡ് ഇന്ദു വാസ് ബ്രോട്ട് to this ancestral home as a motherless daughter, and it was Akka and this Anand Kaka who takes care of her. Then the novel gives a clear-cut picture about this Anand Kaka and Akka, and the figure Akka is much more important. And so let's discuss something on Akka. Akka was a very traditional and dominating figure in the family, and then talking about Akka, she got married off at a very tender age, and she has come back since the day Akka was back to his ancestral home as a rich childless widow to her brother's house. She has maintained an absolute control over her
ബ്രദേഴ്സ് ചിൽഡ്രൻ. ഓക്കെ, സോ അക്ക കല്യാണം കഴിച്ചതിന് ശേഷം ഒരു വിഡോ ആയിട്ട് ബ്രദറിൻ്റെ വീട്ടിലോട്ട് തിരികെ വരുന്നുണ്ട്. അവിടെ വന്നതിന് ശേഷം ഷീസ് എ റിച്ച് ചൈൽഡ്ലെസ് വിഡോ. ഓക്കെ, അപ്പം അങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ പിന്നീടുള്ള കാലം അവൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം അവിടെയുള്ള ബ്രദേഴ്സിൻ്റെ കുട്ടികളുടെ മുകളിലൊരു അബ്സല്യൂട്ട് കൺട്രോൾ ആര് കീപ്പ് ചെയ്തിരുന്നു? അക്ക കീപ്പ് ചെയ്തിരുന്നു. സോ ഇന്ദു വാസ് ഓൾസോ എ വിക്ടിം ഓഫ് ദിസ് കൺട്രോൾ. ആൻഡ് Indu remembers Akka as there was only one thing she wanted and it was to dominate. സോ ഇന്ദു എപ്പോഴും പറയുന്നത് എന്താണ്, അക്കയ്ക്ക് ആകെ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ദാറ്റ് ഇസ് ടു ഡോമിനേറ്റ് എവ്രി വൺ. അതാണ് അവർക്ക് വേണ്ട ആകെ ഒരു കാര്യം. ആൻഡ് ഷീ ഓൾവേസ് റെബൽഡ് അഗെയിൻസ്റ്റ് ദിസ് ഡോമിനേഷൻ ഓഫ് അക്ക. ആൻഡ് ഇന്ദുവിന് തീരെ ഒത്തുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഡോമിനേഷൻ. ആൻഡ് ഷീ ഓൾവേസ് റെബൽഡ് അഗെയിൻസ്റ്റ് ദിസ് ഡോമിനേഷൻ. And Akka, being a traditional lady, never allowed any freedom. And she was not allowed to, she restricted Indu from talking to boys in the school. അപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസ് കീപ്പ് ചെയ്ത ഒരാളാണ് അക്ക. ആൻഡ് അക്ക നെവർ അലൗഡ് ഇന്ദു ടു ടോക്ക് ടു ബോയ്സ്. കാരണം വളരെ ഒരു ട്രഡീഷണൽ ബീയിങ് ആയതുകൊണ്ട് ബോയ്സിൻ്റെ അടുത്ത് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് it is quite undigestible to her. Okay, then Akka keeps on blaming Indu's mother, and she always make abusive remarks about Indu's mother, that Indu's mother had enticed, അതായത് വശീകരിച്ചിട്ടാണ് ഗോവിന്ദനെ കല്യാണം കഴിച്ചത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ദുവിൻ്റെ അമ്മയെ കുറിച്ചിട്ട് വളരെ മോശമാണ് റിമാർക്സ് ഒക്കെ എപ്പോഴും ഈ കുട്ടിയെ കേൾക്കെ അക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ കോൺവെർസേഷൻസ് ഒക്കെയാണ് അക്കയോട് ഇത്രയും ഇന്ദുവിന് ദേഷ്യം വരാനുള്ളൊരു വേറൊരു റീസൺ. ഈ ഒരു കാര്യത്തിലൂടെ ശശി ദേശ്പാണ്ഡെ കാണിച്ചു തരുന്നത് ഇന്ത്യൻ ഫാമിലീസിൽ ഒരു ലവ് മാരേജ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരികയാണെങ്കിൽ ദ ബ്ലെയിം, ലവ് മാരേജ് ഇസ് എ സിൻ അക്കോർഡിംഗ് ടു ദ ട്രഡീഷണൽ ഇന്ത്യൻ സിസ്റ്റം. ഓക്കെ, സോ അതിൽ ഇപ്പം ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഓൾ ദ ബ്ലെയിം ഗോസ് ഓൺ ദ ഫീമെയിൽ. ഓക്കെ, അവർ വശീകരിച്ചിട്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബ്ലെയിം മൊത്തം പോകുന്നത് ഫീമെയിൽസിൻ്റെ അടുത്താണ്. ആൻഡ് ദേ കൺസിഡർ ദിസ് ഫീമെയിൽ ആസ് എ സ്കേപ്പ്. ഓക്കെ, സോ ഈ റിമാർക്സും ഈ ട്രഡീഷൻ, ഈ റെസ്ട്രിക്ഷൻസും അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇന്ദു വാസ് റിയലി ഡിസ്ട്രസ്ഡ്. ആൻഡ് ദ ഓൺലി തിങ് ഷി വോണ്ട് ടു ഡു ഇസ് ജസ്റ്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പ്ലേസ്. അപ്പം ആ ഒരു സമയത്തിന് വേണ്ടി ഒരു 18 വയസ്സ് ഒരു പ്രായപൂർത്തിയാവുന്നത് വരെ അവൾ കാത്തിരിക്കുകയായിരുന്നു. ആൻഡ് ദ മൊമെന്റ് ഷീ ഫൗണ്ട് ജയന്ത്, ആൻഡ് അത് അവൾക്കൊരു ആപ്പ് പേഴ്സൺ ആണെന്ന് അവൾക്ക് തോന്നുമ്പോൾ അവൾ ആ വീട് വിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അക്കയുടെ മാരിറ്റൽ ലൈഫിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അക്കാസ് ലൈഫ് വാസ് ഫുൾ ഓഫ് ട്രയൽസ് ആൻഡ് ഹാർഡ്ഷിപ്പ്, ആൻഡ് ഷീ മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 12 ടു എ മാൻ ഹൂ വാസ് 30 years old. ആൻഡ് ഈ മാൻ എന്ന് പറയുന്നത് എന്താണ്, റിയലി ഒരു അബ്യൂസീവാണ്. അവൾ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അക്ക വാസ് എ സ്മോൾ ഗേൾ. ഓക്കെ, 12 വയസ്സുള്ള ഒരാളും ഒരു 30 വയസ്സുള്ള ഒരാളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് യു ക്യാൻ ഇമാജിൻ. ആൻഡ് അവളെ ഒരുപാട് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വട്ടം എങ്ങാനും അക്ക ആ വീട് വിട്ടിട്ട് ഓടിപ്പോരാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവളെ പിടിച്ചുകൊണ്ട് വന്ന് റൂമിൽ ലോക്ക് ചെയ്യുകയും ഭക്ഷണമൊന്നും കൊടുക്കാതെ പട്ടിണിക്കിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അക്കയ്ക്ക് ഈ ഒരു ഹസ്ബൻഡിനെ വളരെ പേടിയായതുകൊണ്ട് തന്നെ ദ ഹസ്ബൻഡ് യൂസ് ടു കീപ് കോൺക്യുബൈൻസ്. ഓക്കെ, ആൻഡ് ഹി വാസ് എ വുമണൈസർ. സോ അക്കേനെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അക്ക വാസ് അൺഏബിൾ ടു ബിയർ എ ചൈൽഡ്. ഓക്കെ, അപ്പം അക്കയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പം മദർ ഇൻ ലോ ഓൾസോ സ്റ്റാർട്ടഡ് ബ്ലെയിമിങ് ഹെർ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അക്ക മാരിറ്റൽ ലൈഫിൽ സഹിക്കുന്നുണ്ട്. ആൻഡ്
later on this man, that is Akka's husband, had a stroke and he was immovable. ആൻഡ് ഒരു 2 വർഷത്തോളം അങ്ങനെ സ്ട്രോക്ക് വന്നിട്ട് അയാൾ കിടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇയാളെ നോക്കുന്നത് അക്കയാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഹർ ഡെത്ത് ഷീ കംസ് ബാക്ക് ടു ഹർ ഓൺ ഹൗസ്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ലൈഫിലെ ഹാർഷ് റിയാലിറ്റീസ് തിരിച്ചറിഞ്ഞ ആളാണ് അക്ക. ഇറ്റ് ഈസ് ദോസ് എക്സ്പീരിയൻസ് ദാറ്റ് മെയ്ഡ് ദിസ് ലേഡി സോ സ്റ്റബേൺ, അല്ലെങ്കിൽ വളരെ സ്ട്രോങ്ങും ബോൾഡും ആക്കിയത് അവളുടെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പം അക്ക എപ്പോഴും വിചാരിക്കുന്നത് സ്ട്രോങ് വൺസ് എപ്പോഴും വീക്കിനെ ഡോമിനേറ്റ് ചെയ്യണം, അവരെ നേർവഴിക്ക് നയിക്കണം. അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവൾ മറ്റുള്ളവരുടെ മുകളിൽ ആ കമാൻഡിങ് പവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്ദു വിചാരിക്കുകയാണ് സ്ട്രോങ് ആയിട്ടുള്ളവരെപ്പോഴും വീക്കിന് ഡോമിനേറ്റ് ചെയ്യണം, അവരെ നേർവഴിക്ക് നയിക്കണം. ഇതാണ് അക്കയുടെ പോളിസി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അക്ക മരിക്കുമ്പോൾ എൻ്റെ മുകളിൽ ഈ ബേർഡൻ, അതായത് ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എനിക്ക് തന്നത്. ആൻഡ് ഷീ തിങ്സ്, അക്ക ബിലീവ്സ് ദാറ്റ് ഇന്ദു ഇസ് ബോൾഡ് ഇനഫ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇന്ദുവിന് ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തതെന്ന് വിചാരിക്കുന്നുണ്ട്. ദെൻ ഈ നോവൽ മാരിറ്റൽ ലൈഫിൽ ഒരുപാട് ആസ്പെക്ട്സുകളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് പോയിൻറ്റിങ് ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഹിയർ. ദാറ്റ് ഇസ് നെയിം ചേഞ്ചിങ്, മാരേജിന് ശേഷം സ്ത്രീകളെ പേര് മാറ്റുന്നതിനെ കുറിച്ചിട്ടും ഹസ്ബൻഡിൻ്റെ പേരെടുത്ത് വിളിക്കാൻ പറ്റാത്ത അവസ്ഥകളെ കുറിച്ചിട്ടും അതിനെയൊക്കെ കുറിച്ചിട്ട് മെൻഷൻ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ മാരിറ്റൽ ലൈഫിലുള്ള പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ ദ നോവൽ ഇസ് ഓൾ അബൌട്ട് ദ പ്രോബ്ലംസ് ഇൻ മാരിറ്റൽ ലൈഫ്. ആ കാര്യങ്ങൾ എല്ലാ രീതിയിലും അനലൈസ് ചെയ്യുന്നൊരു നോവലാണ് റൂട്ട്സ് ആൻഡ് ഷാഡോസ്. സോ കുറേ കാലം, കുറച്ച് ദിവസം അവിടെ അവളുടെ ആൻസിസ്ട്രൽ ഹോമിൽ നിൽക്കുകയും അവളുടെ പാസ്റ്റിനെ കുറിച്ചിട്ടും പ്രസൻറ്റിനെ കുറിച്ചിട്ടും അക്കേനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള അവളുടെ ആ ഒരു റിഫ്ലക്ഷൻ, ആ ഒരു തോട്ട്സ് കാര്യങ്ങളൊക്കെ അവൾക്ക് കുറച്ചുകൂടി ലൈഫിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. അവളെ തന്നെ സെൽഫ് റിയലൈസ് ചെയ്യുകയാണ്. നൗ ഷീ ഹാസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെർ സെൽഫ്. സോ ആ ഒരു പെട്ടെന്ന് അവൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റിവൈവ്ഡ് ഹ്യൂമൻ ബീയിങ് ആര് മാറുകയാണ്, ഇന്ദു മാറുകയാണ്. സോ നൗ ഷീ ഹാസ് ഗോട്ട് എ ക്ലാരിറ്റി ഇൻ ഹർ ലൈഫ്. അതുകൊണ്ട് ഇപ്പോൾ ഡിസിഷനൊക്കെ അവൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എടുക്കുകയാണ്. അവൾക്ക് ഇപ്പോൾ അറിയാം ഷീ ഈസ് നോട്ട് കൺഫ്യൂസ്ഡ് എനിമോർ. ഇനി ഈ അവൾക്ക് കിട്ടിയിട്ടുള്ള ഈ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അവൾക്കറിയാം. So she decides to sell this ancestral home and pay for Minnie's wedding. So മിനിയുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന്, മിനി ഈസ് ഇന്ദുസ് കസിൻ. അപ്പോൾ അവരുടെ കല്യാണം ഞാൻ നടത്തുന്ന അക്ക നേരത്തെ പറഞ്ഞു വെച്ചതാണ്. സോ ആ ഒരു അക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറ്റേണ്ടത് ഇപ്പോൾ ഇന്ദുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇന്ദു സെൽസ് ദിസ് ആൻസിസ്ട്രൽ ഹോം ആൻഡ് പേസ് ഫോർ മിനീസ് വെഡ്ഡിങ്. ദെൻ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് അവർക്ക് പണത്തിനെ കുറിച്ചിട്ടും ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇന്ദു ടാക്കിൾ ചെയ്യുന്നുണ്ട്. സോ ഫൈനലി ആ ഹൗസ് അവർ ആ ആൻസിസ്ട്രൽ ഹോം അവിടെ പൊളിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പകരം പുതിയൊരു ഹോട്ടലോ അങ്ങനെ എന്തോ വരാനാണ് പ്ലാൻ. സോ ആ വീട് പൊളിക്കുമ്പോൾ ആ വീടായിട്ടുള്ള എല്ലാ പണവും ഇന്ദുവിന് കിട്ടുന്നു. ബട്ട് ഇന്ദു ഡിസൈഡ്സ് ടു ഗീവ് മണി ടു എനി വൺ എക്സെപ്റ്റ് ഫോർ ഇന്ദുസ് മാരേജ്. അപ്പോൾ ഇന്ദുവിൻ്റെ കല്യാണത്തിന് വേണ്ടി മാത്രമേ അവൾ പണം കൊടുക്കുന്നുള്ളൂ, വേറെ ആർക്കും അവൾ ഒരൊറ്റ പൈസയും കൊടുക്കുന്നില്ല. ആൻഡ് അക്ക വിഷ്ഡ് സോ, അക്കയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു, വേറെ ആർക്കും പണം കൊടുക്കണ്ട, മിനിയുടെ കല്യാണത്തിന് മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇതാണ് അക്ക വെച്ചിരുന്നത്. ഇനി വൈ ഡസ് ഇന്ദു ടുക്ക് എ ഹാർഷ് ഡെസിഷൻ ടു ഡിസ്ട്രോയ് അല്ലെങ്കിൽ ടു സെൽ ദാറ്റ് ആൻസിസ്ട്രൽ ഹോം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിക്കോസ് ഷീ ബിലീവ്സ് ദാറ്റ് വെൻ ഷീ ഈസ് ഇൻ ദ ആൻസിസ്ട്രൽ ഹോം ദ പാസ്റ്റ് വിൽ ഓൾവേസ് ബി ബൈൻഡഡ്, അല്ലെങ്കിൽ പാസ്റ്റ് വിൽ ഓൾവേസ് ഹോണ്ട് ഹർ. അപ്പം ആ പാസ്റ്റിൽ നിന്നും അവൾക്കൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, പാസ്റ്റിൻ്റെ ട്രേസസ് ഒക്കെ അവൾക്ക് അവിടെ ഇട്ടിട്ട് പോകണം. അപ്പോൾ ഈ ഹൗസ് എന്ന് പറയുന്നത് അവളെ പാസ്റ്റിനോട് എപ്പോഴും ബൈൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവളത് സെല്ല് ചെയ്യുന്നതും അതിൻ്റെ ഈ പാസ്റ്റുമായിട്ടുള്ള അവളുടെ ചൈൽഡ്ഹുഡ് ആ കാര്യങ്ങളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്തി അവൾ പോകുന്നത്. ബിക്കോസ് ഷീ വോണ്ട് ടു മൂവ് ഓൺ.
പിന്നെ അവൾ വിചാരിക്കുകയാണ് ഷീ വോണ്ട് ടു ഗോ ബാക്ക് ടു ജയന്ത്. ജയന്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം, അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണം, അവളുടെ ഈ അഫെയർ, അതായത് നരേനുമായിട്ടുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ ജയന്തിൻ്റെ അടുത്ത് തുറന്ന് പറയണം. വാട്ട് എവർ ബി ദ കോൺസിക്വൻസസ് ഷീ ഈസ് റെഡി ടു ഫേസ് ഓൾ ദോസ് തിങ്സ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ്, അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷീ ഹാവ് സം പീസ് ഓഫ് മൈൻഡ്. അവൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇഫ് ഹീ ഈസ് റെഡി ടു ആക്സെപ്റ്റ് ഇന്ദു ദെൻ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഷീ ഈസ് റെഡി ടു ബെയർ ദ ബ്രണ്ട് ഓഫ് വാട്ട് ഷീ ഹാസ് ഡൺ. സോ ഇന്ദു പിന്നെ അവളുടെ ജോലി, അതായത് ഈ മാഗസിൻ്റെ ഒരു കോളംനിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ജോലി, ജേർണലിസ്റ്റ് എന്നുള്ള ജോലിയൊക്കെ വിട്ടിട്ട് അവൾ എഴുത്തിലോട്ട് തിരിയുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഒരു ബോൾഡ് ഡിസിഷനൊക്കെ അവൾ എടുക്കുന്നുണ്ട്. കാരണം അവൾക്കിപ്പോൾ ലൈഫിൽ അവൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ ഇന്ദുവിന് ഇപ്പോഴുണ്ട്. സോ ഷീ ഗിവ് അപ്സ് ദാറ്റ് ബോറിങ് ജോബ് ആസ് എ ജേർണലിസ്റ്റ്. ഇപ്പോൾ ഇന്ദു ലീഡ് ചെയ്യുന്ന ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി ഓപ്പൺ. അവളുടെ സ്ട്രെങ്ത്തും അവളുടെ വീക്ക്നെസ്സും ഒക്കെ തുറന്ന് കാണിച്ച് കുറച്ചുകൂടി ഒറിജിനൽ സെൽഫായിട്ടാണ് ഇന്ദു ജീവിക്കുന്നത്. ഏർലിയർ ഈ ഒരു മാറ്റത്തിൽ ജയന്തിന് ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ലേറ്റർ ഓൺ ഹി ഗോട്ട് അഡ്ജസ്റ്റ് ടു സച്ച് തിങ്സ്. ആൻഡ് so by the end of the novel, Indu has learned to see not only her life which is full of growth and grace. So life എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഹാപ്പിനെസ്സും മാത്രമല്ല, ബട്ട് അതിൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. ദർ ഇസ് സം മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ദു തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഷീ അണ്ടർസ്റ്റാൻഡ് ഷീ ഹാസ് ഗോട്ട് ആൻ ഇൻഡിവിജ്വാലിറ്റി. ആ ഒരു സെൽഫ് ഡിസ്കവറി, ആ ഒരു സെൽഫ് അഫർമേഷനൊക്കെ അവിടെ നടക്കുകയാണ്. ആൻഡ് ഈ ഒരു സെൽഫ് റിയലൈസേഷനിൽ കൂടെ, ഈ ഒരു ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഇന്ദു ജയന്തിൻ്റെ അടുത്തോട്ട് തിരികെ പോകുന്നത്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ നോവൽ ഷീ ഓൾസോ റിയലൈസസ് ദാറ്റ് അക്ക ഇസ് നോട്ട് എ സാഡിസ്റ്റ്. and Indu has discovered her own real self and she knows her roots right now. എവിടെയാണ് അവളുടെ റൂട്ട്സ്, എവിടെയാണ് അവൾ വേരുറച്ചിട്ട് നിൽക്കുന്നത്, എന്താണ് അവളുടെ ഇൻട്രസ്റ്റ്, എവിടെയാണ് അവൾ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അവളുടെ ഐഡൻറ്റിറ്റി, അവളുടെ ഇൻഡിവിജ്വാലിറ്റീനെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ അവൾക്കുണ്ട്. ഒരു വ്യക്തിത്വം അവൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. So she need not be ashamed of her body and her sexual needs, and she has to decide what her job will be, and she is capable of taking decision not only for herself but for others too. ആൻഡ് ആ കാര്യങ്ങളൊക്കെ അവൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. അവളുടെ ഇഷ്ടങ്ങളും അവളുടെ അനിഷ്ടങ്ങളെ കുറിച്ചിട്ടും, അവളുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ടും, അവളുടെ ബോഡീനെ കുറിച്ചിട്ടും, അവളുടെ സെക്ഷൽ നീഡ്സിനെ കുറിച്ചിട്ടും, അവൾ ചെയ്യേണ്ട ജോബിനെ കുറിച്ചിട്ടും, അവളുടെ ലൈഫിൽ അവൾ എടുക്കേണ്ട ഡിസിഷൻ എങ്ങനെയാണെന്നും, അവളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായൊരു ധാരണ ഇപ്പോൾ ഇന്ദുവിനുണ്ട്. ഷീസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ലേഡി ആൻഡ് ഷീസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ജയന്ത് ആസ് ഏർലിയർ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് അഫർമേഷനിലൂടെ, അങ്ങനെ ഒരു റിഫോംഡ് ബീയിങ് ആയിട്ടാണ് ഈ ഒരു നോവലിൽ ഈ ഒരു ഇന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ്. അങ്ങനെയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് റൂട്ട്സ് ആൻഡ് ഷാഡോസ്. So the novel is all about Indu's transformation into a revived being who discovers her own individuality. Okay, so hope it is clear. So let us discuss the other things, that is themes and other aspects related to the this novels in the next video. Okay then, thank you.